എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. മാരേജ് രജിസ്ട്രേഷനുള്ള അപേക്ഷ ഓൺലൈനായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ വരും. അതിന് റിട്ടേൺ ടു സിറ്റിസൺ എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുന്ന അപേക്ഷ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. മാരേജ് രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. കേസ് സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ കേസ് സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഞാൻ ഇതിനായിട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നേരത്തെ അപേക്ഷിച്ച അപേക്ഷകളൊക്കെ മൈ ആപ്ലിക്കേഷൻ എന്ന ടാബിലാണ് കാണാൻ സാധിക്കുക. അങ്ങനെ മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്താൽ താഴെ സിവിൽ രജിസ്ട്രേഷൻ എന്ന അടുത്ത ടാബുണ്ട് ഇടത് സൈഡിൽ. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചിട്ടുള്ള അപേക്ഷകളൊക്കെ ഇവിടെ കാണുവാൻ സാധിക്കും. ബർത്ത്, ഡെത്ത്, മാരേജ് രജിസ്ട്രേഷൻ തുടങ്ങിയവയൊക്കെ സിവിൽ രജിസ്ട്രേഷനിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് പേരും ഡേറ്റും ഒക്കെ നോക്കി അയച്ച ആപ്ലിക്കേഷൻ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ നമുക്ക് റിട്ടേൺ ടു സിറ്റിസൺ എന്ന് കൊടുത്തിരിക്കുന്ന കാണാം. ഈ ഒരു അപേക്ഷയാണ് മാരേജ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് റിട്ടേൺ വന്നിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഫയൽ ട്രാക്കിംഗ് എന്ന മെനുവിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ വിവിധ സ്റ്റേജുകൾ കാണാൻ സാധിക്കും. കൂടാതെ ആരാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നും ആരാണ് റിട്ടേൺ വിട്ടിരിക്കുന്നതെന്നും ഒക്കെയുള്ള വിശദാംശങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. താഴെ വന്ന് ഓഫീസ് സംബന്ധമായ കാര്യങ്ങളാണ് ഈ ഒരു മെനുവിൽ കാണിക്കുന്നത്. തിരിച്ചു വന്ന് സെൻട്രലായി കാണുന്ന അതിൽ പ്രസ് ചെയ്ത് നമുക്ക് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണമെങ്കിൽ ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. ഇത് ഇടത് സൈഡിലായിട്ട് എഡിറ്റ് എന്നുള്ള മെനു കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ റിട്ടേൺ വന്നിരിക്കുന്നതിൻ്റെ റീസൺ അല്ലെങ്കിൽ ക്വറി എന്താണെന്ന് ഇവിടെ അറിയുവാൻ സാധിക്കും. ഇവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ബൈ രജിസ്ട്രേഷൻ റിലീജിയസ് അതോറിറ്റിയുടേതായിട്ടാണ് ഇവിടെ റിമാർക്ക് വന്നിരിക്കുന്നത്. അറ്റാച്ച് ഫോം നമ്പർ 2 ആണ് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഫയൽ അറ്റാച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട റീസണാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിലാകാം. അങ്ങനെ പല റീസൺസ് വരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അറ്റാച്ച് ഫോൺ നമ്പർ 2 എന്നാൽ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ വെച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കൺവെൻഷൻ സെൻറ്ററിലോ ഒക്കെ വെച്ചല്ലാതെ വിവാഹം നടത്തി, ഉദാഹരണത്തിന് ഇപ്പം വീട്ടിൽ വെച്ച് വിവാഹം നടത്തുക, പ്രൈവറ്റ് ആയിട്ടുള്ള ഓഡിറ്റോറിയങ്ങളിൽ, അത് സാധാരണഗതിയിൽ വരാറില്ല. ഇവിടെ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് എങ്കിലും ഫോൺ നമ്പർ 2 ചോദിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഫോൺ നമ്പർ 2 അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഫോം നമ്പർ 2 എടുക്കുന്നതിനായിട്ട് ഗൂഗിളിൽ കേരള മാരേജ് രജിസ്ട്രേഷൻ ഫോം നമ്പർ 2 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ലഭ്യമാകും. അതുപോലെ 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിലും ഈ ഒരു ഫോം നമ്പർ 2 ആവശ്യമായിട്ട് വരും. ഇവിടെ പാർലമെൻറ്റ് അംഗം, നിയമസഭാ അംഗം, ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ തുടങ്ങിയവരിൽ ആരെങ്കിലും ഇത് ഫില്ല് ചെയ്താൽ മതി. ഇതിനേക്കാളും കൂടുതൽ എളുപ്പമായിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗം, അതായത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, കൗൺസിലർ തുടങ്ങിയവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ മതി. ഇത് വധുവിൻ്റെ പഞ്ചായത്ത് മെമ്പറാകാം, വരൻ്റെ പഞ്ചായത്ത് മെമ്പറാകാം. രണ്ടിലൊരാളുടെ തദ്ദേശ സ്വയംഭരണ അംഗത്തിനെ കൊണ്ട് ഒപ്പിടിക്കണം. ഒപ്പ് മാത്രം പോരാ, അവരുടെ സീലും പതിപ്പിച്ചിരിക്കണം. ഇവിടെ ഇത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. തിരിച്ച് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് മനസ്സിലായി ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഒറ്റ കോളം ഒഴിച്ച് ബാക്കി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് പ്ലേസ് ഓഫ് മാരേജ്, അത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഒന്നും മാറ്റാനില്ല. അതുകൊണ്ട് ഞാൻ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ഹസ്ബൻഡിൻ്റെ ആധാർ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിവിടെ ഒന്നും എഡിറ്റ് ചെയ്യാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഹസ്ബൻഡിൻ്റെ പേരൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വൈഫിൻ്റെ പേരും ഡീറ്റെയിൽസും, ഡേറ്റ് ഓഫ് ബർത്തും, വൈഫിൻ്റെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിതെല്ലാം ഇവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എനിക്കൊന്നും തിരുത്താനില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി തന്നെ പോകണം. ആദ്യത്തെ റീസൺ കാണിച്ചെടുത്ത് അതെന്താണെന്ന് കാണിച്ചിട്ടുണ്ടാകും. അത് നോക്കി ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തി എഡിറ്റ് ചെയ്ത് പോകണം. തുടർന്ന് നമുക്ക് വിറ്റ്നസിൻ്റെ ഡീറ്റെയിൽസ് വരും. 2 വിറ്റ്നസ് വേണം. 2 പേരുടെയും ആധാർ നമ്പർ കൊടുത്ത് ആധാറിലേക്ക് വരുന്ന OTP കൊടുത്ത് വാലിഡേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്താണ് നമ്മളിപ്പോൾ പോകേണ്ടുന്നത്. ഇവിടെ അതൊക്കെ നേരത്തെ ചെയ്തതാണ്. വീണ്ടും വിറ്റ്നസിൻ്റെ വാലിഡേഷനും വെരിഫിക്കേഷനും ഒന്നും ആവശ്യമില്ല. അങ്ങനെ തുടർന്ന് നമ്മൾ
പ്രിവ്യൂ പേജിൽ അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഇവിടെയൊക്കെ എന്തെങ്കിലും മാറ്റിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഫോട്ടോ ഉൾപ്പെടെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താവുന്നതാണ്. അങ്ങനെ നമ്മൾ പ്രിവ്യൂ പേജിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം വേണം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാൻ. അതിനു മുന്നേ നമ്മൾ ഓൺലൈനായി അപ്ലൈ ചെയ്തപ്പോൾ ഒരു മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചിരുന്നു. അതിവിടെയും നമുക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. ഇവിടെ പ്രിവ്യൂവിലെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് കൊടുത്ത് ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട പേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഇൻഡു മാർക്കിൽ പ്രസ് ചെയ്തത് ഡിലീറ്റ് ചെയ്തതിനു ശേഷം പുതിയത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഫോം നമ്പർ 2 ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. മറ്റ് 2 ഡോക്യുമെൻറ്റ്സ് ഇതിനാവശ്യമായിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും നെയിമും ഏജും പ്രൂവ് ചെയ്യുന്നതാണ്. SLC മതിയാകും. ഇവിടെ പ്രൂഫ് ഓഫ് മാരേജ് എന്നുള്ളിടത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെറ്റർ ഉണ്ട്. അതിനോടൊപ്പം ഫോൺ നമ്പർ 2 കൂടി മെർജ് ചെയ്ത് ഒറ്റ PDF ആക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് വലത് സൈഡിൽ പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു ഡിക്ലറേഷനാണ് വരുന്നത്. ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം നമുക്കവിടെ വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്നത് ആധാർ വെരിഫിക്കേഷൻ്റെ പേജാണ്. ഇവിടെ നമുക്കറിയാം 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഓൺലൈൻ വെരിഫിക്കേഷനും ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയാൽ അതത് തദ്ദേശ സ്ഥാപനത്തിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നേരിട്ട് പോകണം. ഓൺലൈൻ വെരിഫിക്കേഷൻ നടത്തിയാൽ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഓൺലൈൻ വെരിഫിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ചും നിങ്ങൾക്കിത് മാറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഞാനിവിടെ ഓൺലൈൻ വെരിഫിക്കേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ റീസ്റ്റാർട്ട് വീഡിയോ EKYC എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നേരത്തെ ചെയ്ത വീഡിയോ EKYC ഇവിടെ നമുക്ക് ലഭ്യമാണ്. ആ കണ്ണിൻ്റെ പടത്തിൽ പ്രസ് ചെയ്താൽ അത് നമുക്ക് കാണുവാനും സാധിക്കും. വീണ്ടും വീഡിയോ EKYC ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ആധാർ വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ആധാറിൻ്റെ നേർക്ക് വാലിഡേറ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്തതിന് ശേഷം ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ആദ്യം ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് ഫോട്ടോ ഉൾപ്പെടെ താഴേക്ക് കാണിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ വൈഫിൻ്റെ ആധാറിലേക്ക് ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ അവിടെ ആർ യു ബിലോങ്സ് ടു BPL SC/ST എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നേരത്തെ നമ്മൾ അനുയോജ്യമായത് സെലക്ട് ചെയ്ത് വരണം. അതല്ലെങ്കിൽ ഇതിൻ്റെയും കൂടി സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം അവിടെ കാണുന്ന പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴെ വന്ന് നമുക്ക് പ്രൊസീഡിൽ പ്രസ് ചെയ്യുന്നതോടുകൂടി ഈ മെത്തേഡ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തെന്ന് അവിടെ കാണിക്കും. തുടർന്ന് താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് നമുക്കതിൻ്റെ അക്നോളജ്മെൻറ്റും റെസിപ്റ്റും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ആദ്യം ചെയ്തതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഹോം പേജിലേക്ക് വന്ന് മൈ ആപ്ലിക്കേഷൻ എടുത്ത് സിവിൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നേരത്തെ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് കാണിച്ചെടുത്ത് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം ഞാനിവിടെ 2 ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുണ്ടായി. അവിടുന്ന് തന്നെ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. കൂടാതെ നമ്മൾ ആദ്യം നോക്കിയതുപോലെ ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കിയതുപോലെ മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നതുമായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.